ഇന്ന് ഓഗസ്റ്റ് 15 ദൈവമാതാവിൻ്റെ ശൂനോയോ പെരുന്നാൾ അല്ലെങ്കിൽ വാങ്ങിപ്പ് പെരുന്നാളാണ്. അതിനായി നേർച്ച കൊടുക്കുവാൻ വേണ്ടി പാച്ചോറുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് 12 കിലോ അരി കൊണ്ടുള്ള പാച്ചോറാണ്. അത് ഉദ്ദേശം ഒരു 250 പേർക്ക് കൊടുക്കുവാൻ പറ്റും. 12 കിലോ അരിക്ക് 24 തേങ്ങ ചിരവിയതും ഞങ്ങൾ ചേർക്കുന്നത് 14 കിലോ ശർക്കരയാണ്. ശർക്കര വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വളരെ നല്ല ശർക്കര മേടിക്കണം, അല്ലെങ്കിൽ ഒരുപാട് തരി കാണും. വീഡിയോയിൽ കാണുന്നത് പോലെ വാർപ്പിനകത്ത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഒരു കുട്ടയ്ക്കകത്ത് ശർക്കര എടുത്ത് വെച്ച് ആ ശർക്കര വെള്ളത്തിൽ ലയിക്കണം. നല്ലതായ തീ കത്തിച്ച് കൊടുക്കണം. ശർക്കര മുഴുവൻ ലയിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പത കാണും. ആ പതയുണ്ടെങ്കിൽ അത് വടിച്ചെടുക്കണം. എന്നിട്ട് അരി കഴുകി ആ ശർക്കരയിലേക്ക് ഇടുക. പിന്നീട് അത് കണ്ടിന്യൂസായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അരി വേവുന്നിടം വരെ കണ്ടിന്യൂസായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അറിയാമല്ലോ, അരി ശർക്കരയിൽ കിടന്നാണ് വേവുന്നത്. അരി വെന്ത് കഴിയുമ്പോൾ ചേർക്കാനായി തേങ്ങ ചിരവി റെഡിയാക്കി വെക്കണം. തേങ്ങ ഇടുകയാണ്. അത് കുറേശ്ശെ ഇടണം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിതറി കുറേശ്ശെ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അരി ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസായിട്ട് 2 പേര് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ അരി ഇടുന്നതിന് മുമ്പ് കറുവാപ്പട്ടയുടെ ഇല നമ്മൾ മുറിച്ച് വെച്ചിരുന്നു, അതിട്ടിട്ടുണ്ട്. എന്നിട്ട് അരി ഇട്ടു. തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ഇടുകയാണ്. ഇപ്പോൾ ഈ പാച്ചോറിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് 1/4 കിലോ ഏലക്കായും 1/4 കിലോ ജീരകവും 1/4 കിലോ ചുക്കുമാണ്. അത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അത് കുറേശ്ശെ തൂവിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി വെന്ത് ഒരുവിധം കുറുകി അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു, കറുവയുടെ ഇല ഇട്ടു, പൊടികളിടുന്നു. അതാണ്ട് ചുക്കുപൊടിയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചുക്കുപൊടി, ജീരകപ്പൊടി, അതുകൂടാതെ ഏലക്കാപ്പൊടി. ഇത് ഏകദേശം 250 പാക്കറ്റ് പാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പൊടികളിട്ട് കഴിഞ്ഞു. ഇനി പാച്ചോർ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ഉപ്പുവെള്ളം തളിക്കും. ഒരുപാടില്ല, കുറച്ച്. ആ മധുരത്തിൻ്റെ ഒരു കടുപ്പം കുറയാൻ വേണ്ടി അല്പം ഉപ്പുവെള്ളം തളിക്കും. അത് ഉപ്പുവെള്ളമാണ്. വെള്ളം തിളച്ച് കഴിഞ്ഞു. അതിനുശേഷം പാച്ചോർ കോരി പകർന്ന് മറ്റു പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ്. വാർപ്പ് താഴെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ആ പാച്ചോറ് മറ്റു പാത്രങ്ങളിലേക്ക് പകരുകയാണ്. പാച്ചോറ് പകർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ആ വാർപ്പ് താഴേക്ക് മാറ്റും. അതിനുവേണ്ടി ഓലത്തുഞ്ചാണി, ആ ചൂട് കാരണം ഓലത്തുഞ്ചാണി 2 സൈഡിലും കോർത്ത് അതുകൊണ്ട് പിടിച്ച് പുറത്തേക്ക് മാറ്റി വെക്കും.
നമ്മളിപ്പോൾ അത് പാക്ക് ചെയ്യുകയാണ്. അലുമിനിയം ഇതിലേക്ക് പാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഉദ്ദേശം പാക്ക് ചെയ്താൽ അതിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ കവർ വെച്ച് അടയ്ക്കാവും.